ഹലോ, ഇന്ന് കാണിക്കുന്നത് ബ്രൊക്കേഡ് ക്ലോത്തിൽ 4 ഇയർ ബേബിക്ക് ചെയ്തൊരു ഫ്രോക്കിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യണതാണ്. രണ്ട് ഓപ്പോസിറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച ചെറിയ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്ത ഭാഗം വെക്കുക. പിന്നെ നെക്ക് മാത്രം അടയാളപ്പെടുത്തിയത് പിന്നെ ഒരു 2 ഇഞ്ച് അകലത്തിലാണ് ഞാൻ ഡിസൈൻ വരച്ചത്. പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കോട്ടൺ ലൈനിങ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ കട്ടില്ലാത്ത ക്യാൻവാസ് ഉള്ളവർക്ക് അതെടുക്കാം. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ ബാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഇത് ഈ എൻഡിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഭാഗം ഉൾഭാഗത്തേക്ക് ആക്കിക്കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യണത്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ക്യാൻവാസ് ഉള്ളവർക്ക് അതാണ് ഏറ്റവും ബെറ്റർ. ഇതിട്ട് ക്യാൻവാസ് സ്റ്റോക്കില്ല, അതുകൊണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ എൻഡ് ഭാഗമൊക്കെ നല്ല വൃത്തിയിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യണത്. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നടുക്കലായിട്ട് കട്ട് ചെയ്യുക, അരികാക്കിയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെറുതെ വെച്ചൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ എൻഡിൽ നല്ല വൃത്തിയിൽ ആ ക്ലോത്ത് കാണാത്ത രീതിയിൽ അതൊക്കെ ഉള്ളിലേക്കാക്കിയിട്ട് നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ക്യാൻവാസ് ഇല്ലാത്തൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുമ്പോൾ എപ്പോഴും ഇതേ കളറിൽ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് കാണാത്ത രീതിയിലായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ലേസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലേസ് 1 സൈഡ് ലേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൂട്ട് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് ഇട്ടിട്ടാണ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ലൈനിങ്ങിന് ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ലൈനിങ്ങിൽ നല്ല വശം ചേർത്ത് വെച്ചിട്ട് പിന്നെ ഈ ചീത്ത വശത്ത് നെക്കിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ നെക്ക് ചെയ്യണ പോലെ ബാക്കി ബാലൻസ് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ടിട്ടിട്ട് പിന്നെ മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് നെക്കിൻ്റെ സ്റ്റിച്ചിങ് മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫ്രോക്കായിരുന്നു. അപ്പോൾ ഫ്രോക്കിൻ്റെ സ്ലീവിനും പിന്നെ അതുപോലെ ബോട്ടം പാർട്ടിലും ഞാൻ ഇതേ ക്ലോത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആണ് ഇത് കാണിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ സ്ലീവിനും ഇതുപോലെ ലേസ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്ലോത്തിന് എപ്പോഴും ബോക്സ് പ്ലീറ്റ് ആവും അരക്ക് ഭംഗി ഉണ്ടാവുക, അതുകൊണ്ട് ഇതിന് ബോക്സ് പ്ലീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ടിലും ഇതേ ക്ലോത്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ചിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളെ ഫ്രണ്ട്സിലോ റിലേറ്റീവിലോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ അതിൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നാളെ വരാം.